ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ബിടെക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പല മക്കളും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, കോളേജിൽ ചേരുമ്പോൾ കട്ട് ഓഫ് മാർക്കുകൾ ഓരോ കോഴ്സിൻ്റെയും കോളേജ് വൈസായിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇതാണ് പലരും ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മിനിമം റാങ്ക് ഫോർ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്വാശ്രയ കോളേജുകളുടെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ബിടെക്കിനെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള കട്ട് ഓഫ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പലരും ആദ്യം തന്നെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എന്ത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബിടെക് കോഴ്സ് അല്ലെ. ഈ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് തിരുവനന്തപുരം CET അല്ലെ. തിരുവനന്തപുരം CETയിലേക്ക് നമ്മളുടെ കീമിന്റെ റാങ്ക് 443 റാങ്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് CSE എന്ന് പറയുന്ന കോഴ്സ് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാം. അതേപോലെ രണ്ടാമത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കോളേജാണ് GC തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിലാണെങ്കിൽ 831 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള കട്ട് ഓഫ് 831. ഇനി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊല്ലത്തുള്ള നമ്മുടെ TKM എഞ്ചിനീയറിംഗ് കോളേജാണ്. 1523 കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ലാസ്റ്റ് കട്ട് ഓഫ്. പിന്നീട് നിൽക്കുന്നത് RIT കോട്ടയമാണ്. അവിടെ 2641 2641 ആണ് അവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത്. MA കോളേജ് കോതമംഗലം അവിടെ 2039 2039. അതേപോലെ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജില് 2925 2925. ഇനി പാലക്കാട് NSS കോളേജിലേക്ക് പോവുകയാണെങ്കിൽ 3050 3050. ഇതാണ് കേരളത്തിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള TKM MA കോളേജ് പോലെയുള്ള കോളേജുകളിലേക്കും ഒരു അവസ്ഥ, NSS കോളേജ് പോലെയുള്ള കോളേജുകളുടെ അവസ്ഥ. അടുത്തതായിട്ട് ഈ CSEയിൽ തന്നെ ഡാറ്റ സയൻസ് MA കോളേജ് കോതമംഗലത്തിലാണ് ആ കോഴ്സ് ഉള്ളത്. അവിടെ ലാസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് 3579 3579. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്. അവിടെ ലാസ്റ്റ് കട്ട് ഓഫ് കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ളത് 10,780. ഇതാണ് റാങ്ക്. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 3000 റാങ്ക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി പോവാം. ശ്രദ്ധിക്കേണ്ട കാര്യം, MA കോളേജ് കോതമംഗലത്തുള്ളത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഡാറ്റ സയൻസ് കോഴ്സിനാണ് ഞാൻ പറഞ്ഞത് 3579 എന്ന് പറയുന്ന ഒരു റാങ്കും. അതുപോലെ CS ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടുമാണ്. അവിടെയാണ് എന്ത് 10,780 എന്ന് പറയുന്ന റാങ്ക് ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്, എന്ത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, ഏത് കോളേജിൽ പഠിച്ചാലാണ് നമുക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ഈ ഒരു കട്ട് ഓഫ് അടിസ്ഥാനത്തിൽ നമുക്ക് പറയാവുന്നത് TKM എഞ്ചിനീയറിംഗ് കോളേജാണ് നമുക്ക് 443 റാങ്ക് വരുന്നത് അല്ലെ. അപ്പൊ അതായിരിക്കും നമുക്ക് എന്തുണ്ടാവും, ദ ബെസ്റ്റ് കോളേജ് ടു സ്റ്റഡി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കോഴ്സ് അല്ലെ. അതേപോലെ രണ്ടാമത്തെ റാങ്ക് വരുന്നത് ഏതാ, GC തൃശ്ശൂരാണ്. അതാണ് സെക്കൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റാം. അപ്പം അങ്ങനെയുള്ള കോളേജുകൾ, ഗവൺമെന്റ് കോളേജുകൾ നോക്കി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന വിഭാഗം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലത്തെ കട്ട് ഓഫിനെ കുറിച്ച്, കമ്പ്യൂട്ടർ സയൻസിന്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു റിവാമ്പ് പോലെ, കണ്ണൂരാണെങ്കിൽ 2925, കോട്ടയം 2641, കോതമംഗലം
2039 പാലക്കാടാണെങ്കിൽ 3050, തൃശ്ശൂരാണെങ്കിൽ 831, കൊല്ലം 1523, തിരുവനന്തപുരം 443. കമ്പ്യൂട്ടർ സയൻസിന്റെ ഡാറ്റാ സയൻസിന്റെ കോഴ്സ് MA കോളേജ് കോതമംഗലം 3579 3579. അതുപോലെ CS ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്, അവിടെ 10,780. അപ്പം ഒരു 5000ന്റെ മുകളിൽ റാങ്ക് വന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാം. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഒട്ടും വിഷമിക്കണ്ട, 5000ന്റെ മുകളിലാണെങ്കിലും നമുക്ക് CS ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ദെൻ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.